ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുന്ന നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നമ്മുടെ ശക്തി ദുർഗമാണ്. കർത്താവ് സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും നമ്മെ മോചിപ്പിക്കും. നമ്മെ എതിർക്കുന്നവരിൽ നിന്നും കർത്താവ് നമ്മെ രക്ഷിക്കും. നമ്മുടെ ഉയർച്ചയിലേക്ക് നമ്മെ തന്നെ തടസ്സപ്പെടുത്തുന്ന നമ്മുടെ തന്നെ വാക്കുകളോ പ്രവർത്തനങ്ങളോ ചിന്തകളോ ആണോ നമുക്ക് എതിരെ നിൽക്കുന്നത് എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. കർത്താവിൻ്റെ അനുഗ്രഹത്തിന് ചില സമയം നമ്മുടെ വാക്കുകൾ തന്നെ നമുക്ക് തടസ്സമായി നിൽക്കാം. ഒരുപക്ഷെ മറ്റുള്ളവരുടെയോ നമ്മുടെയോ നിഷേധാത്മകമായ വാക്കുകൾ നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമാണോ? നാം തന്നെ നമുക്ക് ശത്രുക്കളായി മാറിയിട്ടുണ്ടോ? നമുക്ക് ആത്മശോധന ചെയ്യാം. ധാരാളം പ്രശ്നങ്ങളിൽ കൂടി നാം കടന്നു പോകുന്നുണ്ട്. എന്താണ് ഇതിന് കാരണം? കർത്താവിൻ്റെ ഈ ശക്തമായ വചനങ്ങളിൽ കൂടി നമുക്ക് നമ്മോട് തന്നെ ആത്മശോധന ചെയ്ത്, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മാറ്റേണ്ടതായ ചില വാക്കുകൾ, ചില സംസാരം, ചില ചിന്ത, ചില പ്രവർത്തനങ്ങൾ എടുത്തു മാറ്റി എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകുന്ന കർത്താവിനോട് അടുത്തു നിൽക്കുവാനും കർത്താവ് എൻ്റെ ശക്തി ദുർഗം എന്നുറക്കെ പ്രഖ്യാപിക്കുവാനും ഈ സങ്കീർത്തനത്തിലൂടെ നീ എന്നെ സഹായിക്കണമേ. ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഈ സങ്കീർത്തനത്തിലൂടെ നീ ഇന്നെൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ നിയോഗങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റിക്കളയുവാൻ അഥവാ അതിജീവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നാം തന്നെ ചില തീരുമാനങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ നാം തന്നെ ചില പരിഹാരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ പരിഹാരങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടി, ആ പരിഹാരങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിനു വേണ്ടിയാണോ നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത്? അതോ പ്രശ്നങ്ങളെ അതുപോലെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവം എങ്ങനെയാണ് ഈ പ്രശ്നത്തെ അതിജീവിക്കുവാൻ എന്നെ സഹായിക്കുന്നത് എന്നറിയുവാനാണോ നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രാർത്ഥനകളെ ക്രമപ്പെടുത്തേണ്ടത്? നമുക്ക് പ്രാർത്ഥിക്കാം. ആലോചിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ തീരുമാനം, എൻ്റെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള ദൈവത്തിൻ്റെ തീരുമാനം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റണം എന്ന ഉദ്ദേശത്തോടുകൂടി നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ 3 നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ സങ്കീർത്തനം വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും കർത്താവായ ദൈവം ഈ സങ്കീർത്തനത്തിൻ്റെ ശക്തിയാൽ, ഈ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവരും. നീ ഒരു അനുഗ്രഹമായി മാറും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 59. ദൈവം എൻ്റെ ശക്തി ദുർഗം. എൻ്റെ ദൈവമേ, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എന്നെ എതിർക്കുന്നവനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. രക്തദാഹികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അതാ അവർ എൻ്റെ ജീവനു വേണ്ടി പതിയിരിക്കുന്നു. ക്രൂരർ എനിക്കെതിരായി സംഘം ചേരുന്നു. കർത്താവേ, ഇത് എൻ്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല, എൻ്റെ തെറ്റുകൾ കൊണ്ടല്ല അവർ ഓടിയടുക്കുന്നത്. ഉണർന്നെഴുന്നേറ്റ് എൻ്റെ സഹായത്തിന് വരണമേ. അങ്ങ് തന്നെ എന്നെ കാണണമേ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണ്. ജനതകളെ ശിക്ഷിക്കുവാൻ അങ്ങ് ഉണരണമേ. വഞ്ചനയോട് തിന്മ നിരൂപിക്കുന്നവരിൽ ഒരുവനെയും വെറുതെ വിടരുതേ. സന്ധ്യതോറും അവർ മടങ്ങി വരുന്നു. നായ്ക്കളെപ്പോലെ ഓലിയിട്ടുകൊണ്ട് നഗരത്തിലെങ്ങും ഇര തേടി നടക്കുന്നു. അവരുടെ വായ അസഭ്യം ചൊരിയുന്നു. അവരുടെ അധരങ്ങൾ വാളാണ്. ആരുണ്ട് കേൾക്കാൻ എന്ന് അവർ വിചാരിക്കുന്നു. കർത്താവേ, അങ്ങ് അവരെ പരിഹസിക്കുന്നു.
അവിടുന്ന് സകല ജനതകളെയും പുച്ഛിക്കുന്നു. എൻ്റെ ബലമായവനെ, ഞാൻ അങ്ങേക്ക് സ്തുതി പാടും. ദൈവമേ, അങ്ങ് എനിക്ക് കോട്ടയാണ്. എൻ്റെ ദൈവം കനിഞ്ഞ് എന്നെ സന്ദർശിക്കും. എൻ്റെ ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടുന്ന് എനിക്കിടയാക്കും. അവരെ കൊന്നുകളയരുതേ, അല്ലെങ്കിൽ ജനം അവിടുത്തെ വിസ്മരിക്കും. ഞങ്ങളുടെ പരിചയായ കർത്താവേ, അവിടുത്തെ ശക്തിയാൽ അവരെ ചിതറിച്ച് ക്ഷയിപ്പിക്കണമേ. അവരുടെ വായിലെ പാപം നിമിത്തം, അധരങ്ങളിലെ വാക്കുകൾ മൂലം അഹങ്കാരികളായ അവർ കെണിയിൽ കുടുങ്ങട്ടെ. അവർ ചൊരിയുന്ന ശാപവും നുണയും മൂലം ക്രോധത്തോടെ അവരെ സംഹരിക്കണമേ. അവരെ ഉന്മൂലനം ചെയ്യണമേ. അങ്ങനെ ദൈവം യാക്കോബിന്റെ മേൽ വാഴുന്നു എന്ന് ഭൂമിയുടെ അതിരുകളോളം മനുഷ്യർ അറിയട്ടെ. സന്ധ്യതോറും അവർ മടങ്ങി വരുന്നു. നായ്ക്കളെ പോലെ ഓലിയിട്ടുകൊണ്ട് അവർ നഗരത്തിലെങ്ങും ഇര തേടി നടക്കുന്നു. അവർ ആഹാരത്തിനു വേണ്ടി ചുറ്റിത്തിരിയുന്നു. തൃപ്തിയാകുവോളം കിട്ടിയില്ലെങ്കിൽ അവർ മുറുമുറുക്കുന്നു. ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുകഴ്ത്തും. പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും. എൻ്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങ് എൻ്റെ കോട്ടയും അഭയവുമായിരുന്നു. എൻ്റെ ബലമായവനെ, ഞാൻ അങ്ങേക്ക് സ്തുതികൾ ആലപിക്കും. ദൈവമേ, അങ്ങാണ് എൻ്റെ ദുർഗം, എന്നോട് കാരുണ്യം കാണിക്കുന്ന ദൈവം. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ സങ്കീർത്തനത്തിൻ്റെ ശക്തിയാൽ, ഈ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ അങ്ങ് ഇന്നെന്നോട് സംസാരിക്കണമേ. എൻ്റെ ജീവിതത്തിലെ നിരവധി പ്രശ്നങ്ങളുടെ കാരണം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ എനിക്ക് കണ്ടെത്തുവാൻ കർത്താവെ, എൻ്റെ ഹൃദയത്തെ അവിടുന്ന് എളിമപ്പെടുത്തണമേ. എൻ്റെ ദൈവമായ കർത്താവെ, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എന്നെ എതിർക്കുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കർത്താവെ, പലപ്പോഴും എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് എൻ്റെ തന്നെ നിഷേധാത്മകമായ വാക്കുകൾ, അഥവാ മറ്റുള്ളവരുടെ നിഷേധാത്മകമായ വാക്കുകൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ പ്രവർത്തനങ്ങൾ, എന്നെക്കുറിച്ച് തന്നെയുള്ള എൻ്റെ അഭിപ്രായങ്ങൾ, ഇവയെല്ലാം എൻ്റെ അനുഗ്രഹങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. ദൈവമേ, ഇനിമേൽ എൻ്റെ വാക്കുകളെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുവാൻ കർത്താവെ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ നാവിൽ നിന്ന് എനിക്കെതിരെ നിഷേധാത്മകമായ വാക്കുകൾ വരാതിരിക്കുവാൻ കർത്താവെ, അങ്ങ് എൻ്റെ നാവിനെ നിയന്ത്രിക്കണമേ. ദൈവമേ, ഞാനും എൻ്റെ കുടുംബത്തിലുള്ളവരും പരസ്പരം ഞങ്ങളുടെ സംഭാഷണത്തെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ എന്താണ് ഞങ്ങൾ സംസാരിക്കുന്നത്? ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന രീതിയിലാണോ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ഞങ്ങൾ പരസ്പരം സംഭാഷണം നടത്തുന്നത് എന്ന് ആത്മശോധന ചെയ്ത്, ഏതെങ്കിലും സമയത്ത് ഞാനോ എൻ്റെ കുടുംബാംഗങ്ങളോ ആരെങ്കിലും പരസ്പരം നിഷേധാത്മകമായ വാക്കുകൾ സംസാരിച്ചതിൻ്റെ പേരിൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ തന്നെ തടസ്സം നിൽക്കുകയാണ് എങ്കിൽ, എൻ്റെ കർത്താവെ, ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ ആത്മശോധന ചെയ്ത് ദൈവസന്നിധിയിൽ എളിമപ്പെടുത്തി പശ്ചാത്താപത്തോടെയും അനുതാപത്തോടെയും ദൈവത്തിൻ്റെ കരം പിടിച്ച് ദൈവവചനം ശ്രവിക്കുകയും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ജീവിതം പടുത്തുയർത്തുകയും ചെയ്ത്, ദൈവം എന്നെക്കുറിച്ച് എന്താണ് സംസാരിക്കുന്നത്, ദൈവത്തിന് എന്നെക്കുറിച്ച് എന്താണ് പദ്ധതി, ഇവ നടപ്പിലാക്കുവാൻ എൻ്റെ തന്നെ വാക്കുകളെ എനിക്ക് അനുകൂലമായി ഉപയോഗിക്കുവാൻ, എൻ്റെ തന്നെ വാക്കുകളെ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കുവാൻ, എൻ്റെ തന്നെ വാക്കുകളെ എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും അനുഗ്രഹം വാരി വിതറുന്ന രീതിയിൽ ഉപയോഗിക്കുവാൻ ദൈവമേ, എന്നെ തന്നെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. കർത്താവേ, സകല ശത്രുക്കളുടെ കരങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഇന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും നീ അനുഗ്രഹിക്കണമേ. ദുഷ്കർമ്മികളിൽ നിന്ന് അവിടുന്ന് എന്നെ വിടുവിക്കണമേ. കർത്താവേ, രക്തദാഹികളിൽ നിന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും നീ കാത്തുകൊള്ളണമേ. കർത്താവേ, എൻ്റെ ജീവനു വേണ്ടി, എൻ്റെ പ്രാണനു വേണ്ടി പതിയിരിക്കുന്നവരിൽ നിന്ന്
എന്നെയും എൻ്റെ കുടുംബത്തെയും നീ സംരക്ഷിക്കണമേ. ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിത പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ എൻ്റെ കർത്താവേ അവിടുത്തെ വഴികൾ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞാൻ തീരുമാനിച്ച വഴിയല്ല, എൻ്റെ പ്രശ്നങ്ങൾക്ക് ഞാൻ തന്നെ ഒരു പരിഹാരം കണ്ടെത്തി അത് നടത്തുവാൻ ദൈവത്തോട് ആലോചന ചോദിക്കുന്നതല്ല പ്രാർത്ഥന. എന്നാൽ എൻ്റെ പ്രശ്നങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഇതിനെ എങ്ങനെ അതിജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്ന രീതികൾ, ദൈവം ആഗ്രഹിക്കുന്ന വഴി എൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ എന്നെ തന്നെ എളിമപ്പെടുത്തി, എന്നെ തന്നെ രൂപപ്പെടുത്തി, എന്നെ തന്നെ പക്വതപ്പെടുത്തി ദൈവസന്നിധിയിൽ ഞാൻ എളിമയോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെയാണ് കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അറിയാൻ എനിക്ക് സാധിക്കും. കർത്താവെ, ഈ സങ്കീർത്തനത്തിലെ ഓരോ വാക്കുകളും ഇന്ന് അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ തന്നെ പരിശോധിച്ച് അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുവാൻ എന്നെ തന്നെ രൂപപ്പെടുത്താൻ എന്നെ സഹായിക്കണമേ. ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന രോഗപീഠകളെ അതിജീവിക്കുവാൻ, ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കടബാധ്യതയെ അതിജീവിക്കുവാൻ, ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ എൻ്റെ കർത്താവേ അങ്ങയുടെ വാക്കുകൾ എന്നിൽ മാംസമായി ധരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സകല ജനതകളുടെയും മേൽ അനുഗ്രഹം ചൊരിയുന്ന കർത്താവേ, അങ്ങ് ഇന്നെൻ്റെ ജീവിതത്തിൽ വന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തെ അവിടുന്ന് സന്ദർശിച്ച് എൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കർത്താവേ, ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടുന്ന് എനിക്കിടയാക്കണമേ. ഞാൻ ചെയ്യേണ്ട ജോലി ചെയ്യുവാൻ കഴിയാതെ വണ്ണം എനിക്ക് തന്നെ ശത്രുവായി നിൽക്കുന്ന എൻ്റെ വാക്കുകളെ, എൻ്റെ ചിന്തകളെ, എൻ്റെ ഉദ്ദേശങ്ങളെ അവിടെ നിന്ന് എനിക്ക് തന്നെ വെളിപ്പെടുത്തി തന്ന് ഞാൻ ഒരിക്കലും എൻ്റെ ശത്രുവായി മാറാതിരിക്കാൻ, എൻ്റെ അനുഗ്രഹങ്ങൾ ഒരിക്കലും തടസ്സപ്പെടാതിരിക്കാൻ എന്നെ തന്നെ അവിടുന്ന് പക്വതപ്പെടുത്തി, വിശുദ്ധീകരിച്ച്, എളിമപ്പെടുത്തി അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. അനുതാപത്തിൻ്റെ ഹൃദയം നൽകി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കടന്നു വരുവാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുവാൻ കർത്താവേ ഇന്നീ പ്രാർത്ഥനയിലൂടെ എന്നെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വായിലെ പാപം നിമിത്തം, ഞങ്ങളുടെ അധരങ്ങളിലെ വാക്കുകൾ മൂലം, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അഹങ്കാരം എടുത്തുമാറ്റി ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ എളിമപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ നേരെയുള്ള എല്ലാ ശാപവും നുണയും, ശത്രു ചൊരിയുന്ന എല്ലാ ശാപവാക്കുകളും നുണപറച്ചിലും അവിടുന്ന് എന്നേക്കുമായി എടുത്തുമാറ്റി അത് ദൂരീകരിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരുവാൻ കർത്താവെ ഇന്നീ പ്രാർത്ഥനയിലൂടെ അവിടുന്ന് ഇടവരുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ശക്തി പാടി പുകഴ്ത്തുവാൻ ഓരോ നിമിഷവും ഞങ്ങൾക്ക് ശക്തി തരണമേ. അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കുവാൻ ദൈവമേ ഞങ്ങളുടെ അധരങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ. കഷ്ടതയുടെ കാലത്ത് എൻ്റെ ദൈവം എൻ്റെ കോട്ടയും എൻ്റെ അഭയവുമായിരുന്നു എന്ന് ഉറക്കെ വിളിച്ച് പ്രഘോഷിക്കുവാൻ കർത്താവേ എൻ്റെ നാവിനെ നീ ശക്തിപ്പെടുത്തണമേ. എൻ്റെ ബലവും അഭയവും ശക്തിയും എൻ്റെ കോട്ടയുമായ കർത്താവേ, അങ്ങയിലാണ് ഞാൻ അഭയം കൊള്ളുന്നത്. അങ്ങാണ് എൻ്റെ ശക്തി ദുർഗം, അങ്ങാണ് എന്നോട് കാരുണ്യം കാണിക്കുന്ന ദൈവം. കർത്താവേ, പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കമൻ്റ് സെക്ഷനിൽ കൂടി ഞങ്ങളോട് പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതി അറിയിച്ച ഓരോരുത്തർക്കും ദൈവമേ ഈ സങ്കീർത്തനത്തിൻ്റെ ശക്തിയാൽ അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ഓരോ ആവശ്യങ്ങളിലും ഇന്ന് ഇപ്പോൾ തന്നെ അവിടുന്ന് കരുണ ചൊരിഞ്ഞ് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹങ്ങളുടെ നീരുറവ എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് തിരിച്ചുവിടണമേ. എന്നിൽ മാറ്റം വരുത്തേണ്ടതായ എൻ്റെ കുറവുകളെ, എൻ്റെ പാപത്തെ, എൻ്റെ തിന്മയെ ഉപേക്ഷിക്കുവാൻ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ എനിക്ക് സാധിക്കട്ടെ. അതിനായി എൻ്റെ കർത്താവെ എന്നെ പരിശീലിപ്പിക്കണമേ. ഉന്നതത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിലേക്ക് അയച്ച് എനിക്കാവശ്യമുള്ള മാറ്റം എൻ്റെ ജീവിതത്തിൽ വരുത്തുവാൻ അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തണമേ. ദൈവപരിപാലനയിൽ എപ്പോഴും ആശ്രയിച്ച് നിൽക്കുന്നതിനും ദൈവപരിപാലനയുടെ ശക്തി മനസ്സിലാക്കുന്നതിനും
എൻ്റെ ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിച്ചറിയുന്നതിനും ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ എന്നെ സഹായിക്കണമേ. എൻ്റെ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഈ പ്രാർത്ഥന ഒരു പരിഹാരമാകുവാൻ കുടുംബാംഗങ്ങളിൽ എന്നിൽ അവിടുന്ന് രൂപാന്തരീകരണം നടത്തണമേ. കർത്താവേ, എൻ്റെ കുടുംബത്തിൽ അവിടുന്ന് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹപ്രദമാക്കി മാറ്റണമേ. അങ്ങ് ഞങ്ങളോട് ഓരോ ദിവസവും അരുളി ചെയ്യുന്നത് പ്രവർത്തിക്കുവാൻ ഒരു മനസ്സ് തരണമേ. കർത്താവേ, ഞങ്ങളുടെ തെറ്റുകളെ, കുറവുകളെ മനസ്സിലാക്കി ദൈവത്തിൻ്റെ നീതിയിലും കാരുണ്യത്തിലും വിശ്വാസമർപ്പിച്ച് ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയിൽ വിശ്വാസമർപ്പിച്ച് ഓരോ ദിവസവും ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവം നൽകുന്ന വഴികളെ തിരഞ്ഞെടുത്ത് ജീവിക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ നിമിഷം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന, കണ്ണീരിൽ നിന്ന് ഉതിർന്നു വരുന്ന ഓരോ പ്രാർത്ഥനയും നീ ചെവിക്കൊണ്ട് ഇപ്പോൾ തന്നെ അവർക്ക് ഉത്തരം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളെ ഇന്നിപ്പോൾ തന്നെ നീ പരിഹരിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും വിഷമങ്ങളെ എടുത്തുമാറ്റി, ദുഃഖവും വേദനയും യാതനയും എടുത്തുമാറ്റി ദൈവത്തിൻ്റെ സന്തോഷവും ആനന്ദവും കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ ഈ പ്രാർത്ഥനയിലൂടെ നീ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്കുത്തരം നൽകുന്ന ദൈവമേ, ഞങ്ങളുടെ ശക്തി ദുർഗമായ കർത്താവേ, ഞങ്ങളുടെ അഭയകേന്ദ്രമായ ദൈവമേ, അങ്ങേക്ക് സർവ്വ മഹത്വവും ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ സങ്കീർത്തനം പ്രാർത്ഥിച്ച് നിങ്ങൾ ആവശ്യപ്പെടുന്ന നിങ്ങളുടെ 3 നിയോഗങ്ങളെ അത്ഭുതകരമായി അവിടുന്ന് സാധിച്ചു തരട്ടെ. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയേകട്ടെ. നിങ്ങളുടെ യാത്രകളിൽ നിങ്ങൾക്ക് വിജയം നൽകി, നിങ്ങൾക്ക് സംരക്ഷണം നൽകി അവിടുന്ന് ഓരോ നിമിഷവും നിങ്ങളെ പരിപാലിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.